എല്ലാവർക്കും ആത്മനമസ്കാരം. ഇന്നത്തെ നമ്മുടെ സത്സംഗം ആരംഭിക്കുകയാണ്. ഓം നമഃ ശിവായ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം നമോ നാരായണായ. ശ്രീമദ് മഹാഭാഗവതം പഞ്ചമസ്കന്ധം അധ്യായം 5. അധ്യായം 5 നമ്മൾ നോക്കുന്നത്. ഋഷഭദേവൻ തൻ്റെ മക്കളോടൊപ്പം ബ്രഹ്മാവർത്തം, ഭൂമി ഇങ്ങനെ ചുറ്റി സഞ്ചരിക്കവേ ബ്രഹ്മാവർത്തം എന്ന ദേശത്തെത്തിയപ്പോൾ അവിടെയുള്ള ബ്രഹ്മർഷിമാരുടെ സമ്മേളനത്തിൽ വെച്ച് ഈ സ്വന്തം മക്കൾ, അപ്പം മക്കളെയും കൂട്ടിയാണ് ആ യാത്ര പോയത്. ആ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുന്ന മട്ടിൽ ഈ ലോകത്തിനായിട്ടൊരു ഉപദേശം നൽകിയിരുന്നു. അതാണ് നമ്മൾ ഈ ഒരു 5-ാമത്തെ അധ്യായത്തിൽ മനസ്സിലാക്കിയത്. അപ്പോൾ അതിൽ ആദ്യം പറഞ്ഞത്, ഒരു മനുഷ്യനായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ മൃഗങ്ങളെ, കൃമികീടങ്ങളെ പോലെ ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടി മാത്രം, അത് അനുഭവിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല മനുഷ്യജന്മം എന്നാണ് അദ്ദേഹം ആദ്യം പറഞ്ഞത്. ഇന്ദ്രിയ സുഖങ്ങൾ മൃഗങ്ങളും കൃമികീടങ്ങളും ഒക്കെ ആ ഭക്ഷണം കഴിച്ച് സുഖമായി ഉറങ്ങുക എന്നുള്ള ആ സുഖത്തിന് വേണ്ടിയാണ്. മനുഷ്യജന്മം അതിന് മാത്രമുള്ളതല്ല. നമ്മുടെ കർമ്മങ്ങൾ ആ ഭഗവാനിൽ ഭഗവത് അർപ്പണമായിട്ട് കർമ്മം ചെയ്യുകയാണ് വേണ്ടത്. അങ്ങനെയാണ് പരമമായ ആ മോക്ഷത്തെ നമുക്ക് പ്രാപിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞു കൊടുത്തു. അതിന് ആ മുക്തിക്കുള്ള കവാടത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കുന്നതിന് ആദ്യം സജ്ജനങ്ങളായിട്ടുള്ള സജ്ജനങ്ങളെ സേവിക്കുന്നതിലൂടെയാണ് നമുക്കതിലേക്ക് എത്താൻ സാധിക്കുക. ഈ ലൗകിക സുഖത്തിൽ ആസക്തരായവരുമായി സമ്പർക്കം ചേരുമ്പോൾ നരകത്തിലേക്കുള്ള കവാടമാണ് നമ്മുടെ മുന്നിൽ തുറക്കപ്പെടുക എന്നും പറഞ്ഞു. അപ്പോൾ ആരാണ് ഈ സജ്ജനങ്ങൾ? അതായത് കുടുംബജീവിതം, ഭാര്യ, വീട്, മക്കള്, സമ്പത്ത് എല്ലാം ഉണ്ടെങ്കിലും ഇതിനോടൊന്നും അറ്റാച്ച്മെൻ്റ് ഇല്ലാതെ, മമതയില്ലാതെ, സംഘമില്ലാതെ കഴിയുന്നവരായിരിക്കും ഈ സജ്ജനങ്ങൾ. അവർ ഭഗവാനുമായിട്ടായിരിക്കും ഏറ്റവും കൂടുതൽ സൗഹൃദം അവർക്കുണ്ടാവുക. അതുമാത്രമല്ല അവരുടെ ഗുണങ്ങൾ, അതായത് ജീവിതത്തിലെ ദ്വൈതം, സുഖത്തെയും ദുഃഖത്തെയും ഒരേപോലെ ബാലൻസ്ഡ് ആയിട്ട് മറികടക്കാൻ അവർക്ക് സാധിക്കുന്നു. പിന്നെ ശാന്തഭാവമായിരിക്കും, ആരോടും ഒരു വൈരാഗ്യമോ വെറുപ്പോ ഇല്ലാത്തൊരു മനോഭാവമായിരിക്കും, എല്ലാവരോടും കാരുണ്യമുള്ളവരായിരിക്കും, ഇന്ദ്രിയങ്ങളെ, മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിച്ചവരായിരിക്കും എന്നൊക്കെ പറഞ്ഞു തന്നു. അതുപോലെയുള്ള മഹാസജ്ജനങ്ങളുടെ, ആ സജ്ജനങ്ങളെ എന്ന് വിളിക്കുന്നത് അവരുടെ പാദസേവ ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് മുക്തിക്കുള്ള ഒരു വഴി തുറക്കപ്പെടുന്നത്, ആ അറിവ് നമുക്ക് ലഭിക്കുന്നത് എന്ന് പറഞ്ഞു. ഇതിൻ്റെ അവസാനം നമ്മളോട് പറഞ്ഞത്, നമ്മൾ 13 ശ്ലോകം വരെയാണ് കഴിഞ്ഞ ദിവസം കണ്ടത്. അതിനായിട്ട് എന്തുകൊണ്ടാണ് നമ്മൾ ആ കർമ്മങ്ങളിൽ ആസക്തരായി പോകുന്നത്, അതായത് ഓരോരോ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി കർമ്മം ചെയ്ത് അത് നേടിയെടുക്കാൻ വേണ്ടി ഫലേച്ഛ കർമ്മങ്ങളിൽ ആസക്തരായി പോകുന്നത് എന്തുകൊണ്ട്? ഞാൻ എന്ന അഹമാണ് ഞാൻ എന്ന ഈ ശരീരമാണ് ഞാൻ എന്ന നമ്മുടെ അഹംകാരം, അതാണ് അതിന് കാരണമായി മാറുന്നത്. ഈ അഹത്തെ ശമിപ്പിക്കാനായിട്ടുള്ള ചില പരിശീലന മാർഗം, നമ്മൾ എന്തൊക്കെ സാധനങ്ങളാണ് അതിന് നമ്മൾ അനുഷ്ഠിക്കേണ്ടത് എന്നാണ് 13-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്. അതായത് 10 തൊട്ട് 13 വരെയുള്ള ശ്ലോകങ്ങളിൽ പറഞ്ഞു വെച്ചത് അതായിരുന്നു. ആ അഹം ശമിപ്പിക്കാനുള്ള പരിശീലന മാർഗങ്ങളാണ് പറഞ്ഞു വെച്ചത്. ഇന്ന് നമ്മൾ 14-ാമത്തെ ശ്ലോകമാണ് നോക്കുന്നത്. കർമാശയം ഹൃദയഗ്രന്ഥിബന്ധം അവിദ്യയാ ആസാദിതം അപ്രമത്തഃ അനേന യോഗേന യഥോപദേശം സമ്യക് വ്യബോഹ്യ ഉപരമേധയോഗാത്. കർമാശയം, അതായത് കർമ്മം ചെയ്യണമെന്ന ആഗ്രഹമുണ്ടാകുന്നത്, ഹൃദയഗ്രന്ഥി ബന്ധം, ഹൃദയത്തിനകത്തുണ്ടാകുന്ന ഒരു ബന്ധനം എന്ന് വെച്ചാൽ
ഞാൻ ഈ ശരീരമാണ് എന്ന വ്യക്തിബോധം, ആ അഹം എന്ന ഭാവത്തിൽ നിന്നുമാണ് കർമ്മം. അപ്പം ഞാൻ ഇതാണെങ്കിൽ എനിക്ക് നന്നായി നടക്കണം, എനിക്ക് നല്ലത് കിട്ടണം, നല്ല ഭക്ഷണം കഴിക്കണം, നല്ല വസ്ത്രം ധരിക്കണം, നല്ല വീട് വേണം. അപ്പം ഞാൻ എന്ന ശരീരത്തിൽ, ആ ബോധത്തിൽ നിന്നുമാണ് ഹൃദയത്തിനുണ്ടാകുന്ന ഈ ഒരു ബന്ധനം. ആ ശരീരബോധത്തിൽ നിന്നുമാണ് എനിക്ക് കൂട്ട് വേണം, ഇതെല്ലാം നമ്മൾ ചിന്തിക്കുന്നത് ആ ശരീരബോധത്തിൽ നിന്നാണ് ഇതൊക്കെ ആരംഭിക്കുന്നത്. അപ്പം എല്ലാ കർമ്മം ചെയ്യാനുള്ള ആഗ്രഹവും ഉണ്ടാകാനുള്ള കാരണം അവിദ്യയാ, ഞാൻ ഈ ശരീരമാണ് എന്ന തെറ്റായ ധാരണ. നമ്മളെപ്പോഴും പറയും എൻ്റെ ശരീരമെന്ന്. അപ്പോൾ ആ പറയുന്നത് തന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഞാൻ ഈ ശരീരമല്ല, ഇതിൻ്റെ ഉടമയാണ് ഞാൻ എന്ന് നമ്മൾ മനസ്സിലാക്കാൻ അപ്പം തന്നെ നമുക്ക് പറ്റും. അപ്പോൾ ഈ ശരീരമാണ് ഞാൻ എന്ന തോന്നൽ അവിദ്യയാണ്, അജ്ഞാനമാണ്. അപ്പോൾ അജ്ഞാനം മൂലമുണ്ടാകുന്ന ഈ ശരീരമാണ് ഞാൻ എന്ന അഹങ്കാരമാണ് ഈ കർമ്മം ചെയ്യാനുള്ള ആഗ്രഹങ്ങളെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ അപ്രമത്തഃ, ഇതിനെ നമ്മൾ വളരെ ശ്രദ്ധയോടെ, ഈ കർമ്മത്തിനോടുള്ള, കർമ്മം ചെയ്യരുത് എന്നല്ല ഇവിടെ പറയുന്നത്. ഈ കർമ്മം ഇവിടെ ഒഴിവാക്കാൻ പറയുന്നത് കർമ്മം ഞാനാണ് ചെയ്യുന്നത് എന്ന ആഗ്രഹം എന്ന നമ്മുടെ ഭാവം. അതെന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? എനിക്കിപ്പോൾ നല്ല വസ്ത്രം വേണം, അപ്പം അതിന് ഒരുപാട് പണം വേണം, വീട് വെക്കണം, അല്ലെങ്കിൽ വിവാഹം കഴിക്കണം, മക്കളുണ്ടാവണം, നല്ല ജോലി കിട്ടണം. ഇതൊക്കെ നമ്മുടെ ആഗ്രഹങ്ങളാണ്. ഈ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ കർമ്മം ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ എന്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്? ഞാൻ ചെയ്യുന്നു, ഇത് ശരീരമാണ് ഞാൻ, എൻ്റെ ശരീരവും മനസ്സും ബുദ്ധിയും പ്രവർത്തിച്ചിട്ടാണ് ഞാനാണ് കർമ്മം ചെയ്യുന്നത് എന്ന ഭാവമാണ് ഇവിടെ വേണ്ട എന്ന് പറയുന്നത്. അല്ലാതെ കർമ്മം ഉപേക്ഷിക്കാനല്ല പറയുന്നത്. അത് ആ ഭാവത്തിൽ കർമ്മം ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ എന്ന ശരീരബോധം ഉള്ളത്, അത് ഹൃദയത്തിനൊരു ബന്ധനമാണ്. ഹൃദയത്തിൽ നിന്നുണ്ടാകുന്ന ഈ ഒരു തോന്നലാണ്, മനസ്സിൽ നിന്നുണ്ടാകുന്ന ഈ ഒരു തോന്നലാണ് കർമ്മം ഞാൻ ചെയ്യുന്നു എന്ന ഭാവത്തോടു കൂടി കർമ്മം ചെയ്യാനുള്ള കാരണം. അതിനെ അപ്രമത്തഃ പതുക്കെ ശമിപ്പിക്കണമെന്ന്. ആ തോന്നലിനെ, ഞാൻ ഈ ശരീരമാണ് എന്ന തോന്നലിനെ പതുക്കെ നമ്മൾ ശമിപ്പിക്കണം. അതിന് അനേന യോഗേന, അതായത് അനേന യോഗേന എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു തന്ന യോഗ സാധനകൾ, യഥോപദേശം, ഞാൻ പറഞ്ഞു തന്ന, ഋഷഭദേവൻ പറയാണ്, ഞാൻ പറഞ്ഞു തന്ന അതായത് 10 തൊട്ട് 13 വരെയുള്ള ശ്ലോകങ്ങളിൽ പറഞ്ഞിരുന്ന അഹങ്കാരം ശമിപ്പിക്കാനുള്ള പരിശീലന മാർഗങ്ങൾ പറഞ്ഞിരുന്നല്ലോ. ഇന്ന ശീലങ്ങൾ നമ്മൾ അനുഷ്ഠിക്കണമെന്ന്. ആ പരിശീലന മാർഗങ്ങൾ, അതിനെ യോഗ സാധനകളെ സമ്യക്ക് നല്ലതുപോലെ അനുഷ്ഠിച്ചാൽ വ്യബോഹ്യ, അതായത് ആ അഹം നമ്മുടെ ഉള്ളിൽ നിന്നും വ്യബോഹ്യ എന്ന് വെച്ചാൽ അകന്നു പോകുന്നു. ഉപരമേധയോഗാത്, അതായത് നമ്മുടെ ആ ഉള്ളിലെ അഹം എന്ന ബോധം പതുക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് പോകുമ്പോൾ ഉപരമേധ വേണ്ട എന്ന് വെച്ചാൽ അവസാനിപ്പിക്കുക, യോഗാത്, ഈ സാധനകൾ അതോടെ അങ്ങ് അവസാനിപ്പിച്ചേക്കണമെന്ന്. അതായത് നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ച് നമ്മൾ വലിയ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന, ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ 8ാം ക്ലാസ്സിലെയും 7ാം ക്ലാസ്സിലെയും പുസ്തകം ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുമോ? അതിൻ്റെ ആവശ്യമില്ല. അത് നമ്മൾ ഉപേക്ഷിക്കണം. ഒരു ബസ്സിൽ കയറി അടുത്ത ബസ്സിൽ കയറുമ്പോൾ നമ്മൾ ആ ചിന്തയെ ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞതുപോലെ, ആ ടിക്കറ്റ് അങ്ങ് കീറി കളഞ്ഞേക്കണം എന്ന് പറഞ്ഞതുപോലെ, ഈ യോഗ സാധനകൾ അനുഷ്ഠിക്കുമ്പോൾ ആ സാധന, അഹങ്കാരത്തെ ശമിപ്പിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ആ പരിശീലന സാധനകൾ, ഇതൊക്കെ അനുഷ്ഠിച്ച് അഹങ്കാരം ശമിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ സാധനങ്ങളെയൊക്കെ ഉപേക്ഷിക്കണം. അതായത് ഇതിനെയൊക്കെ നിർത്തണം. പിന്നെയും ഇതിനെ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കേണ്ട. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, ഏതൊരു ഗൃഹസ്ഥാശ്രമിക്കും മുക്തിക്ക്, മോക്ഷം നേടാൻ സാധിക്കും. കുടുംബം, വീട്, ഭാര്യ, ഭർത്താവ്, മക്കൾ എല്ലാം ഉണ്ടെങ്കിലും മനസ്സുകൊണ്ട് ഇതിനോടുള്ള സംഘം, അറ്റാച്ച്മെൻറ്റ് ഇല്ലാതായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവന് ഗൃഹസ്ഥാശ്രമ ജീവിതത്തിലൂടെ തന്നെ മുക്തിക്ക്, മോക്ഷത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് അവന് സാധിക്കും. അതിന് ഇല്ലാണ്ടാവേണ്ടത് ഈ അറ്റാച്ച്മെൻ്റാണ് ഇല്ലാണ്ടാവേണ്ടത്. അത് ഉള്ളത് കൊണ്ടാണ് ഗൃഹസ്ഥാശ്രമ ജീവിതം കൊണ്ട് മോക്ഷത്തെ സാധിക്കാൻ പ്രയാസം. അപ്പോൾ ഒരുവൻ കുടുംബജീവിതം നയിക്കുകയാണെങ്കിൽ പോലും ഇവന് ഈ സംഘം ഇല്ല, ഈ മമത ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും അവന് കുടുംബജീവിതം നയിക്കാം. ഇതൊന്നും ഉപേക്ഷിക്കേണ്ട. ഒരു സിനിമയ്ക്ക് പോവാം, ഏത് തരത്തിലുള്ള ഭക്ഷണവും കഴിക്കാം, എല്ലാവിധ ആഹ്ലാദങ്ങളിലും സന്തോഷങ്ങളിലും പരിപാടികളിലും ആഘോഷങ്ങളിലും ഒക്കെ പങ്കെടുക്കാം. ഒരു സാധാരണക്കാരൻ, ഒരു ലൗകികൻ എങ്ങനെ ജീവിക്കുന്നു അതേപോലെ അവനും ജീവിക്കാം. പക്ഷെ അവനും ലൗകികനും തമ്മിലുള്ള വ്യത്യാസം, ലൗകികൻ ഇതിനോടൊക്കെയുള്ള മനസ്സുകൊണ്ട് അടുപ്പം വെക്കുന്നു, അറ്റാച്ച്മെൻറ്റ് വെക്കുന്നു. ഇവിടെ ഇതെല്ലാം ഉണ്ടെങ്കിലും ഉള്ളുകൊണ്ട് ഇതിനോടൊന്നും സംഘമില്ല, അറ്റാച്ച്മെൻ്റ് ഇല്ല, മമതയില്ല, എന്ന് വെച്ച് സ്നേഹമില്ല
എന്നല്ല, അതിനർത്ഥം മമതയില്ല, എൻ്റെ സ്വന്തം എന്ന അടുപ്പമുണ്ടല്ലോ, ആ സ്വാർത്ഥത, അറ്റാച്ച്മെൻ്റ് അവിടെ ഇല്ലാതാകുന്നു. അങ്ങനെ ഇല്ലാതാകുന്ന ഒരവസ്ഥ വരണമെങ്കിൽ ഇത് ഞാനാണ് എന്ന നമ്മുടെ തോന്നൽ പതുക്കെ പോകണം. അത് കുറഞ്ഞു കുറഞ്ഞ് ശമിച്ചു വരുമ്പോഴാണ് ഇതൊക്കെ എൻ്റെയാണ്, ഞാൻ നേടിയതാണ് എന്നുള്ള തോന്നൽ ഇല്ലാതാവുള്ളൂ. അതിനാദ്യം ഞാൻ ശമിക്കണം. ഞാൻ ശമിച്ച്, അതിനാണ് ഈ സാധനകൾ. ഞാൻ ശമിച്ചു കഴിഞ്ഞാൽ, ഞാൻ എന്ന തോന്നൽ ശമിച്ചു കഴിഞ്ഞാൽ എൻ്റേത് എന്ന തോന്നൽ പതുക്കെ 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 ഇല്ലാതാവും. ഇതൊക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു കുടുംബജീവിതത്തിലെ എല്ലാ സൗകര്യങ്ങളോടും കൂടി ജീവിച്ചാലും ഒരു കുഴപ്പവുമില്ല. അതിനെയൊന്നും ഉപേക്ഷിക്കാൻ പിന്നെ ആരും നിർദ്ദേശിക്കില്ല. കാരണം പിന്നെ ഈ സാധനങ്ങളൊന്നും പരിശീലിക്കേണ്ടതില്ല. ആ അവസ്ഥയിലേക്ക് മനസ്സെത്താൻ വേണ്ടിയാണ് ഈ സാധനങ്ങളെ പരിശീലിക്കണമെന്ന് പറയുന്നത്. ശ്ലോകം 15. ഇനി അങ്ങനെ എത്തിക്കഴിഞ്ഞ ഒരു ഭക്തൻ അല്ലെങ്കിൽ ഒരു യഥാർത്ഥ സാധനയിലൂടെ ഞാൻ എന്ന അഹങ്കാരത്തെ ശമിപ്പിച്ചു കഴിഞ്ഞ ഒരു വ്യക്തി ചെയ്യേണ്ട ഉത്തരവാദിത്തം എന്താണെന്നാണ് പറയുന്നത്. ശ്ലോകം 15. പുത്രാംശ്ച ശിഷ്യാംശ്ച നൃപഃ ഗുരുഃ വാ മദ്ലോകകാമഃ മദനുഗ്രഹാർത്ഥഃ ഇത്തം വിമന്യു അനുശിഷ്യാത് അതജ്ഞാൻ എന്നാണ് കേട്ടോ. അനുശിഷ്യാത് അതജ്ഞാൻ ന യോജയേത് കർമ്മസു കർമ്മമൂഢാൻ കം യോജയൻ മനുജഃ അർത്ഥം ലഭേത നിപാതയൻ നഷ്ടദൃശം ഹി ഗർത്തേ. അതായത് ഇവിടെ പറയുന്നത് മദ്ലോകകാമഃ, എൻ്റെ ലോകം ആഗ്രഹിക്കുന്നത്, അതായത് വൈകുണ്ഠത്തിൽ എത്തിച്ചേരണമെന്ന് ആഗ്രഹിക്കുക. മദനുഗ്രഹാർത്ഥഃ, എൻ്റെ കാരുണ്യം നേടുകയാണ് ജീവിത ലക്ഷ്യമെന്ന് ചിന്തിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരുവൻ അവന് പുത്രാംശ്ച, അവൻ തൻ്റെ മക്കൾക്ക് അവൻ സ്വന്തം ജീവിതത്തിൽ പരിശീലിച്ച ആ തത്വത്തെ അവൻ അനുഭവിച്ച്, അവൻ പരിശീലിച്ച്, അഹം ശമിച്ച് ഈ സാധനങ്ങളെയൊക്കെ ഉപേക്ഷിച്ച അവസ്ഥയിലാണ് എത്തി നിൽക്കുന്നതെങ്കിൽ അതൊരു പിതാവാണെങ്കിൽ ആ പിതാവ് തൻ്റെ പുത്രാംശ്ച, പുത്രന്മാർക്ക്, മക്കൾക്ക് ഇത് പറഞ്ഞു കൊടുക്കണം. കർമ്മത്തിൽ ആസക്തരായി ജീവിക്കരുത് എന്ന് മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. ഇനി ഒരു ഗുരുവാണെങ്കിൽ ശിഷ്യാംശ്ച, ശിഷ്യന്മാർക്ക് അത് പറഞ്ഞു കൊടുക്കണം. നൃപഃ, ഒരു രാജാവാണെങ്കിൽ പ്രജകൾക്ക് അത് എങ്ങനെ പറഞ്ഞു കൊടുക്കണം? വെറുതെ ഉപദേശിക്കുകയല്ല, ആദ്യം അവർ അങ്ങനെ ജീവിക്കണം. എന്നിട്ട് അവർ ആ അഹങ്കാരത്തെ ശമിപ്പിച്ചു കഴിഞ്ഞ് അതിനെ അനുഭവിച്ചറിഞ്ഞ അവസ്ഥയിൽ നിന്നുകൊണ്ട് നൃപഃ, ഒരു രാജാവാണെങ്കിൽ പ്രജകൾക്കത് പറഞ്ഞു കൊടുക്കണം. ഗുരുവാണെങ്കിൽ ശിഷ്യന്മാർക്കും ഈ തത്വത്തെ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഒരു പിതാവ് യഥാർത്ഥത്തിലുള്ള പിതാവാകുന്നത് ആ പിതാവ് അത് അനുഭവിച്ച്, അത് ശീലിച്ച്, അഹം ശമിച്ച് തൻ്റെ പുത്രന്മാർക്ക് അത് പറഞ്ഞു കൊടുക്കണം. അതാണ് പുത്രാംശ്ച, പുത്രന്മാർക്ക് ഈ തത്വത്തെ പറഞ്ഞു കൊടുക്കണം. ശിഷ്യന്മാർക്ക് ഗുരു പറഞ്ഞു കൊടുക്കണം. നൃപഃ, രാജാവ് തൻ്റെ പ്രജകൾക്കും ഇത് ഉപദേശിച്ച് പറഞ്ഞു കൊടുക്കണം. കാരണം അവരൊക്കെ കർമ്മത്തിൽ ആസക്തരായി ഇരിക്കുകയാണെങ്കിൽ അവരെ അതിൽ നിന്നും പിൻവലിക്കണം. ഇത്തരം കാര്യങ്ങൾ വിമന്യു, ഒരു കോപവും ദേഷ്യവും ഒന്നുമില്ലാതെ അനുശിഷ്യാത് അതജ്ഞാൻ എന്ന് വെച്ചാൽ ആ തത്വം അറിയാതെ, അതായത് ഇങ്ങനെയാണ് കർമ്മം ചെയ്യേണ്ടത് എന്ന് തത്വം അറിയാതെ ജീവിക്കുന്ന അജ്ഞതയിൽ ഉള്ളവർക്ക്, അതറിയാത്തവർക്ക് അനുശിഷ്യാത്, അത് ഉപദേശിച്ചു കൊടുക്കണമെന്ന്. ഞാൻ ഈ പറഞ്ഞു തന്ന, ഋഷഭദേവൻ പറയണേ, ഞാൻ ഈ പറഞ്ഞു തന്ന കാര്യങ്ങൾ, അതായത് മനുഷ്യനായി ജീവിച്ചാൽ കൃമികീടങ്ങളെ പോലെ ഇന്ദ്രിയ സുഖങ്ങൾക്കുള്ളതല്ല. നമ്മുടെ കർമ്മങ്ങളെ ആ തപസ്സായിട്ട് അനുഷ്ഠിക്കണം. നമ്മുടെ കർമ്മങ്ങളെ തപസ്സായിട്ട് അനുഷ്ഠിക്കാന്ന് വെച്ചാൽ എല്ലാം അങ്ങോട്ട് ഇടുക, തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ യജ്ഞഭാവത്തിൽ, ഇത് ഞാനല്ല ചെയ്യുന്നത്, ഇതിനുള്ള ശക്തി ഭഗവാനാണ് എന്ന ഭാവത്തിൽ നിന്നുകൊണ്ട് കർമ്മത്തെ സ്വധർമ്മമായി അനുഷ്ഠിക്കണം. അല്ലാതെ കർമ്മം ഞാനാണ് ചെയ്യുന്നത് എന്ന് വിചാരിച്ച് എനിക്ക് നേട്ടങ്ങൾ ഉണ്ടാവാൻ ആഗ്രഹിച്ചുകൊണ്ട് കർമ്മം ചെയ്യരുത്. അങ്ങനെ കർമ്മത്തിനോട് ആസക്തിയുള്ളവരാവരുത്. കാരണം കർമ്മം ഉണ്ടേ കർമ്മഫലം തീർച്ചയാണ്. ഈ കർമ്മഫലത്തെ അനുഭവിക്കാനാണ് പുനർജന്മങ്ങൾ, ജനിമൃതികളിൽ പെടേണ്ടി വരുന്നത്. അപ്പോൾ കർമ്മത്തിൽ കർമ്മഫലം ഇല്ലാതാവണമെങ്കിലുള്ള ഒരേ ഒരു വഴി ഞാൻ എന്ന ഭാവമില്ലാതെ നിഷ്കാമമായി കർമ്മം ചെയ്യുകയാണ്. അതാണ് പറയുന്നത്. അത് ചെയ്ത് പരിശീലിച്ചവൻ പിതാവാണെങ്കിൽ പുത്രന്മാർക്കും, ഗുരുവാണെങ്കിൽ ശിഷ്യന്മാർക്കും, രാജാവാണെങ്കിൽ പ്രജകൾക്കും ഒരു ദേഷ്യമോ കോപമോ ഒന്നുമില്ലാതെ ശാന്തമായ ഭാവത്തോടുകൂടി അതറിയാത്തവർക്ക് അത് പറഞ്ഞു കൊടുക്കണം.
ന യോജയേത് എന്ന് വെച്ചാൽ ആ ഒരു കർമ്മത്തിൽ മുഴുകുവാനായിട്ട് എന്ന് വെച്ചാൽ അനുവദിക്കരുത്. കർമ്മ മൂടാൻ, കർമ്മത്തിൽ ആസക്തരായ മൂഢരായ മനുഷ്യരെ കർമ്മസു ഫലേച്ഛ കർമ്മങ്ങളിൽ ഫലം ആഗ്രഹിച്ച് കർമ്മം ചെയ്യുന്നതിൽ മുഴുകാൻ ഒരിക്കലും അനുവദിക്കരുത്. എന്തുകൊണ്ടെന്നാൽ മനുജഹ, അതായത് ആ ഒരു മനുഷ്യനെ യോജയൻ കർമ്മം ചെയ്യാനായിട്ട് ഇങ്ങനെ കർമ്മത്തിൽ മുഴുകുവാൻ ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചാൽ അർത്ഥം ലഭതേ. എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം ലഭതേ? അതുകൊണ്ട് എന്ത് നേട്ടമാണ് ഉണ്ടാവുന്നതെന്ന്. ഒരുവനെ കർമ്മം ചെയ്യാൻ ഇങ്ങനെ പ്രേരിപ്പിച്ചു കൊണ്ടിരുന്നാൽ, ഒരു മനുഷ്യൻ മറ്റൊരാളെ കർമ്മം ചെയ്യാൻ പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട്, കർമ്മത്തിൽ ഇന്നതൊക്കെ ചെയ്യൂ, നിനക്ക് ഇതൊക്കെ കിട്ടും, അത് കിട്ടും, ഇത് കിട്ടും, ഇങ്ങനെ കർമ്മത്തിനോട് അപ്പം അത് ചെയ്യാൻ അവനെ ആസക്തി ഉള്ളവനാക്കി തീർക്കുന്നത് കൊണ്ട് അർത്ഥം ലഭതേ, എന്ത് പ്രയോജനമാണ് കിട്ടാനുള്ളത്? അതിനൊരു ഉദാഹരണം പറയാണ്. നഷ്ടദൃശ്യം, കാഴ്ച നഷ്ടപ്പെട്ട ഒരുവനെ ഗർത്തെ, ഒരു കുഴിയിലേക്ക് തള്ളിയിടുന്നത്, നിപാതയൻ വീഴ്ത്തുന്നത് പോലെയാണ് ഈ കർമ്മം എന്ന്. കാഴ്ചയില്ലാത്ത ഒരുവനെ, നന്നായി കാഴ്ചയുള്ള ഒരുവൻ അവിടെ മുന്നിൽ കുഴിയുണ്ടെങ്കിലും അത് പറയാതെ അതിൽ കൂടെ പൊക്കോ എന്ന് പറഞ്ഞ് അതിലേക്ക് അറിഞ്ഞുകൊണ്ട് വീഴ്ത്തിയിടുന്നതിന് തുല്യമാണ് ഇത്. അതായത് കർമ്മങ്ങളിൽ ആസക്തരായി കർമ്മം ചെയ്താൽ കർമ്മഫലം അനുഭവിക്കാനായി പുനർജന്മങ്ങൾ എടുക്കേണ്ടി വരും. അത് അവനെ മുക്തിക്കിൽ നിന്നും മോക്ഷത്തിൽ നിന്നും ഒരുപാട് അകലേക്ക് തള്ളി മാറ്റപ്പെടും എന്ന് മനസ്സിലാക്കിയ ഒരുവൻ അത് പറയാതെ മിണ്ടാതിരുന്നാലും, അതുമാത്രമല്ല കർമ്മം ചെയ്യാൻ വീണ്ടും വീണ്ടും മറ്റൊരുവനെ പ്രേരിപ്പിച്ചാലും, ഇന്നതൊക്കെ ചെയ്തോ, നിനക്ക് ഇന്നതൊക്കെ കിട്ടും എന്ന് പ്രേരിപ്പിക്കുകയും ചെയ്താൽ, അത് കാഴ്ചയില്ലാത്തവനെ കാഴ്ചയുള്ളവൻ ഒരു വലിയ അഗാധ ഗർത്തത്തിലേക്ക് തള്ളിയിടുന്നതിന് തുല്യമാണ് എന്നാണ് പറയുന്നത്. ശ്ലോകം 16. ലോകഃ സ്വയം ശ്രേയസി നഷ്ടദൃഷ്ടിഃ യഃ അർത്ഥാൻ സമീഹേത നികാമകാമഃ അന്വേന്യ വൈരഃ സുഖലേശഹേതോ അനന്തദുഃഖം ച ന വേദ മൂഢഃ. ലോകഃ ജനങ്ങൾ, സ്വയം ശ്രേയസി അതായത് യഥാർത്ഥ ശ്രേയസ്, നഷ്ടദൃഷ്ടി അതിൻ്റെ ആ വഴിക്ക് ശ്രേയസിൻ്റെ പാതയിലൂടെയുള്ള കാഴ്ച നഷ്ടപ്പെട്ടവരാകുന്നു. അതാണ് നഷ്ടദൃഷ്ടി. ഇതാണ് യഥാർത്ഥ വഴി എന്ന കാഴ്ച നഷ്ടപ്പെട്ടവരാണ് ജനങ്ങളെല്ലാം, മനുഷ്യരെല്ലാം. യഹ ഏതൊരുവൻ അർത്ഥാൻ സമീഹേതേ നികാമകാമഃ, അതായത് അർത്ഥാൻ സമീഹേതേ മറ്റുള്ളവരെ, അർത്ഥാന്ന് വെച്ചാൽ സുഖങ്ങൾ, ഇത് നേടിയെടുക്കാൻ മറ്റുള്ളവരെ ദ്രോഹിച്ചിട്ടും വേദനിപ്പിച്ചിട്ടാണെങ്കിലും തൻ്റെ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ ശ്രമിക്കുന്നവർ, നികാമകാമഃ അതായത് ഒരിക്കലും തീരാത്ത ആഗ്രഹങ്ങളോടുകൂടി ജീവിക്കുന്ന മൂഢന്മാരായ അവർ സ്വന്തം ലക്ഷ്യം നേടിയെടുക്കാൻ മറ്റൊരാളെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ പോലും വേദനിപ്പിച്ചുകൊണ്ട് ആഗ്രഹങ്ങളെ, അവൻ്റെ മോഹങ്ങൾ സാധിച്ചെടുക്കാൻ ശ്രമിക്കുന്നവരാണ്. ആ മനുഷ്യൻ അറിയുന്നില്ല അവൻ ശ്രേയസിൻ്റെ പാതയിൽ അവൻ്റെ ശ്രേഷ്ഠതയ്ക്ക് എത്താനുള്ള യഥാർത്ഥ ശ്രേഷ്ഠത മോക്ഷമാണ്. അതിലേക്ക് പോകാനുള്ള പാതയിൽ കാഴ്ച നഷ്ടപ്പെട്ടവനാണ് അവനെന്ന് അവൻ മനസ്സിലാക്കുന്നില്ല. അന്വേന്യ വൈര്യം, അതിൻ്റെ ഫലമായിട്ട് പരസ്പരമുള്ള വൈരാഗ്യം, വെറുപ്പ്, വിദ്വേഷം, സുഖലേശ ഹേതഃ അതായത് താൽക്കാലികമായ ഭൗതിക സന്തോഷത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യുക. എന്നാൽ ഇതെല്ലാം അനന്ത ദുഃഖ, ഭാവിയിൽ ഒരിക്കലും തീരാത്ത ദുഃഖത്തിലേക്ക് വഴിയൊരുക്കൂ എന്ന് ന വേദ മൂഢഃ, ആ മൂഢൻ മനസ്സിലാക്കുന്നില്ല. കർമ്മത്തിൽ ആസക്തനായി അവൻ ജീവിച്ചാൽ, അവൻ എന്തെങ്കിലും നേടിയാൽ ആ നിമിഷം അവന് സന്തോഷം കിട്ടുമായിരിക്കും. പക്ഷേ അത് അവന് പിന്നീട് അവൻ്റെ ദുഃഖത്തിന് കാരണമാകുമെന്ന് ഒരു മനുഷ്യനും മനസ്സിലാക്കണില്ല. ആ ആഗ്രഹങ്ങളെ നേടിയെടുക്കാനുള്ള നെട്ടോട്ടത്തിൻ്റെ ഇടയിൽ ഒരുപാട് ആളുകളായിട്ട് ശത്രുത, വൈരാഗ്യം, വെറുപ്പ്, വിദ്വേഷം, ഭൗതിക സുഖങ്ങളോടുള്ള ഇന്ന ആഗ്രഹം ഒരിക്കലും തീരില്ല. ആഗ്രഹങ്ങൾ അത് വേണം, ഇത് വേണം, അത് ഒന്ന് കഴിഞ്ഞാൽ അടുത്തത്, അത് കഴിഞ്ഞാൽ അടുത്തത്. എന്ത് കിട്ടിയാലും ഒരു കൊച്ചുകുട്ടിക്ക് കളിപ്പാട്ടം കൊണ്ടെടുത്താൽ വാശി പിടിച്ചാൽ അത് മേടിച്ചു കൊടുത്താൽ 2 ദിവസമേ അതിൻ്റെ സന്തോഷം ഉണ്ടാവും, 3-ാം ദിവസം അത് അവിടെ എവിടെയും കിടക്കുന്നുണ്ടാവും. അവനത് ആവശ്യമില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് വലിയ ആളുകളും. എന്തൊക്കെ നേടിയെടുക്കാൻ ആഗ്രഹിച്ചാലും കിട്ടുമ്പോൾ താൽക്കാലികമായ സന്തോഷമേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ അത് അവസാനിച്ചു. അവൻ മനസ്സിലാക്കുന്നില്ല യഥാർത്ഥ ശ്രേഷ്ഠതയുടെ പാതയിൽ അവൻ കാഴ്ച നഷ്ടപ്പെട്ടവനായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഒരു മനുഷ്യൻ മനസ്സിലാക്കുന്നില്ല. ശ്ലോകം 17. കഹതം സ്വയം തദഭിജ്ഞോ വിഭശ്ചിത് അവിദ്യയാ അന്തരേ വർത്തമാനം ദൃഷ്ട്വാ പുനഃ തം സഗൃണഃ കുബുദ്ധിം പ്രയോജയേത് ഉത്പദഗതം യഥാ അന്തം പ്രയോജയേത് ഉത്പദഗതം
ഉത്പതകം യഥാ അന്തം. കഹ, ആരാണ്? സ്വയം എന്ന് വെച്ചാൽ അവൻ സ്വയം എന്ന് വെച്ചാൽ അവൻ സ്വയം. തദഭിജ്ഞ, ആ യഥാർത്ഥ ശരിയായ ജ്ഞാനത്തെ, ഈ ഒരു അറിവിനെ നേടി വിഭശ്ചി, വിവേകിയാകുന്നത്. അവിദ്യയാ അന്തരേ വർത്തമാനം, അവൻ അവിദ്യയാ അന്തരേ, അജ്ഞാനത്തിൻ്റെ ഉള്ളിൽ നിന്നും വർത്തിക്കുന്ന, വർത്തമാനം എന്ന് വെച്ചാൽ ജീവിക്കുന്ന, നിലനിൽക്കുന്ന, അജ്ഞാനത്തിൻ്റെ ഉള്ളിൽ നിലനിൽക്കുന്ന അല്ലെങ്കിൽ ജീവിക്കുന്നവരെ ദൃഷ്ട, കണ്ടു കഴിഞ്ഞാൽ, പുനഃ പിന്നീടും, തം അവൻ, സഗൃണഹ അറിയാത്തവനോട്, സഗൃണഹ എന്ന് വെച്ചാൽ അതറിയാത്തവനോട്, ആ ഒരു ആസക്തിയോടുകൂടി ജീവിക്കുന്നവരെ കാണുമ്പോൾ, അതറിയാത്തവരെ കാണുമ്പോൾ അവരോട് സഗൃണഹ എന്ന് വെച്ചാൽ ഭയങ്കര കാരുണ്യം തോന്നുന്നു. കാരണം ഇവർ എത്രയോ ഇവരുടെ ആ യഥാർത്ഥ സത്യത്തിൽ നിന്നും, ആ ശ്രേഷ്ഠതയിൽ നിന്ന് ഇവരെത്ര അകലെയാണ് ജീവിക്കുന്നത് എന്ന് ഓർത്തിട്ട് അവരോട് കാരുണ്യം തോന്നും. കുബുദ്ധിഹി എന്ന് വെച്ചാൽ ആ കുബുദ്ധികളായിട്ടുള്ള, കുബുദ്ധികൾ മീൻസ് അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ശരിയായ തത്വത്തെ അറിയാതെ പോയ മൂഢന്മാർ, അവരോട് കാരുണ്യം തോന്നുന്നു അതറിഞ്ഞവർക്ക്. അങ്ങനെ പ്രയോജയേത് ഉത്പതകം യഥാ അന്തം, ഒരു അന്ധനെ പോലെ തെറ്റായ പാതയിൽ, ഉത്പതകം എന്ന് വെച്ചാൽ തെറ്റായ പാതയിലേക്ക് നീങ്ങുവാൻ പ്രയോജയേത്, ആരാണ് അവരെ അനുവദിക്കുക എന്ന്. അപ്പോൾ ആരാണോ സ്വയം, ഇങ്ങനെയാണ് ഈ ഭൂമിയിൽ കർമ്മം ചെയ്യേണ്ടത്. നമ്മൾ ഭഗവത്ഗീതയിൽ പഠിച്ച ആ കർമ്മസൂത്രം, അതായത് ഈശ്വരാർപ്പണമായിട്ട്, ഈശ്വരൻ ആരാണ്, ആ ശക്തി, എന്ത് പ്രവൃത്തി ചെയ്യാനും ഒരു ശക്തി വേണമല്ലോ, ആ ശക്തിക്ക് സമർപ്പിച്ചുകൊണ്ട് നിഷ്കാമമായിട്ട് കർമ്മം ചെയ്യുന്നതിലൂടെ കർമ്മം ചെയ്യുന്നതിൻ്റെ കർമ്മഫലത്തെ ഒഴിവാക്കാൻ സാധിക്കും. എന്ന് വെച്ചാൽ കർമ്മം ഒഴിവാക്കാനല്ല പറയുന്നത്, കർമ്മഫലമില്ലാതെ വരണം. കർമ്മഫലം വരുമ്പോഴാണ് പുനർജന്മങ്ങൾ എടുക്കേണ്ടി വരുന്നത്. അപ്പോൾ ഈ ശരിയായ അവസ്ഥയെ മനസ്സിലാക്കിയ വിവേകി ഇതറിയാത്തവരെ, ആ അജ്ഞാനത്തിൻ്റെ അന്ധകാരത്തിൽ മൂടിക്കിടക്കുന്ന മൂഢന്മാരെ കാണുമ്പോൾ അവരോട് കാരുണ്യമാണ് തോന്നുന്നത്. അവരൊരിക്കലും അറിഞ്ഞുകൊണ്ട്, ഇതിനെ മനസ്സിലാക്കിയവർ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും അവരെ ഒരു അന്ധനെ പോലെ, ഒരു പടുഗർത്തത്തിലേക്ക് തള്ളിയിടുന്നത് പോലെ ഈ ഒരു ജരിമൃതികളാകുന്ന പടുഗർത്തത്തിലേക്ക് അവരെ തള്ളിയിടാൻ ഒരിക്കലും അനുവദിക്കില്ല എന്നാണ്. അതൊരിക്കലും അവർക്ക് ചെയ്യാൻ തോന്നില്ല. അവരെ പറഞ്ഞു മനസ്സിലാക്കി ഉപദേശിച്ച് ആ കർമ്മങ്ങളോടുള്ള, നിങ്ങൾ അനുഭവിക്കുന്ന ദുഃഖത്തിന് കാരണം നിങ്ങളുടെ കർമ്മങ്ങളോടുള്ള ആസക്തിയാണ്, അത് നിങ്ങളുടെ ഞാൻ എന്ന അഹങ്കാരത്തിൽ നിന്നുമാണ്, എല്ലാം ഈശ്വര നിശ്ചയം എന്ന് കാണാൻ കഴിയാതെ ഞാൻ ചെയ്തു എന്ന ഭാവത്തിൽ നിന്നാണ് ഇപ്പോൾ അനുഭവിക്കുന്ന ദുഃഖങ്ങൾ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞുകൊടുത്ത് അവരെ തിരുത്തി വലിയൊരു ഗർത്തത്തിൽ നിന്നും അവരെ രക്ഷിക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യാതിരിക്കാൻ ശരിയായ ഒരു ജ്ഞാനിക്ക്, വിവേകിക്ക് ഒരിക്കലും സാധിക്കില്ല എന്നാണ് പറഞ്ഞത്. ഇനി അങ്ങനെ ചെയ്യാതിരിക്കുന്നവൻ, അവനെക്കുറിച്ചാണ് പറയുന്നത്. ഗുരുഹു ന സ സ്യാത്. ഗുരുഹു എന്ന് വെച്ചാൽ ഒരു ഗുരു, സഹ എന്ന് വെച്ചാൽ അവൻ, ന സ്യാത് അങ്ങനെ ചെയ്യാത്തവനാണെങ്കിൽ അവൻ ഒരിക്കലും ഒരു ഗുരു എന്ന് അറിയപ്പെടാൻ അവകാശമില്ല എന്നാണ്. അതായത് അവൻ ഒരിക്കലും ഒരു ഗുരു അല്ല എന്ന്. സ്യാത് എന്ന് വെച്ചാൽ ഗുരു അല്ലാതായി ഭവിക്കുന്നു. ഇനി സ്വജനഹ ന സഹ സ്യാത്, ഇത് മനസ്സിലാക്കിയ ഒരു വിവേകി തൻ്റെ ബന്ധുക്കളിൽ ആരെങ്കിലും ഇങ്ങനെ പോകുന്നത് കാണുമ്പോൾ അവരെ തടഞ്ഞില്ലെങ്കിൽ അവനൊരു യഥാർത്ഥ ബന്ധു അല്ലാതായി ഭവിക്കുന്നു. പിതാ ന സ സ്യാത്, തൻ്റെ പുത്രന്മാർ, പിതാവ് ഇത് മനസ്സിലാക്കിയിട്ടുള്ളവനാണെങ്കിൽ തൻ്റെ പുത്രന്മാർ വഴിതെറ്റി പോകുമ്പോൾ ആദ്യമേ അവരെ തിരുത്തിക്കൊണ്ടു വന്നില്ലെങ്കിൽ അവനൊരു യഥാർത്ഥ പിതാവ് അല്ലാതായി ഭവിക്കുന്നു. ജനനി ന സ സ്യാത്, അത് മനസ്സിലാക്കിയ അമ്മ മക്കളെ തിരുത്തിയില്ലെങ്കിൽ അവരൊരു യഥാർത്ഥ അമ്മയല്ലാതായി ഭവിക്കുന്നു. ദൈവം ന തത് സ്യാത്, അതുപോലെ തന്നെ മാതാപിതാ ഗുരു ദൈവം, അമ്മയും അച്ഛനും ഗുരുവും ദൈവത്തിന് തുല്യമെന്ന് പറയില്ലേ. ഇപ്പോൾ ഇവരൊന്നും അതോടെ ദൈവത്തിന് തുല്യമല്ലാതായി തീരുന്നു. ഇനി നമ്മൾ ദൈവമായിട്ട് ആരെയാണോ കാണുന്നത് ആ ദൈവത്തിൻ്റെ കർമ്മങ്ങളെ നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കിയില്ലെങ്കിൽ യഥാർത്ഥത്തിൽ അവനെ സംബന്ധിച്ചിടത്തോളം അത് ദൈവവുമല്ല. ദൈവമല്ലാതായി ഭവിക്കാന്ന് പറഞ്ഞാൽ ദൈവത്തിനല്ല മാറുന്ന മറ്റും ദൈവത്തിൻ്റെ, ഇപ്പോൾ കൃഷ്ണൻ്റെ കർമ്മങ്ങളെ, ദ്വാപരയുഗത്തിൽ കൃഷ്ണൻ ചെയ്ത കർമ്മങ്ങളെ എത്ര തെറ്റായിട്ടാണ് ആളുകൾ ധരിക്കുന്നത്. അപ്പോൾ ദൈവമായിട്ട് ആരാധിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കർമ്മങ്ങളുടെ യഥാർത്ഥ സത്യം മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കിയില്ലെങ്കിൽ അത് ഒരു യഥാർത്ഥ ദൈവമല്ലാതായി ഭവിക്കുന്നു. ഇനി പതി ഹി ച സ സ്യാത്,
ഒരു ഭർത്താവ് അത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഭാര്യയെ കർമാസക്തിയിൽ നിന്നും പിൻവലിച്ചില്ലെങ്കിൽ, അതിനുവേണ്ടി ശ്രമിച്ചില്ലെങ്കിൽ അവൻ ഒരു യഥാർത്ഥ ഭർത്താവല്ലാതായും ഭവിക്കുന്നു. ന മോചയേത്, മോചിപ്പിക്കാൻ ശ്രമിക്കുക. ന മോചയേത് യഹ, ഏതൊരാൾ സമുപേത മൃത്യു ജനിമൃതികളാകുന്ന മരണത്തിൻ്റെ കുഴിയിൽ നിന്നും മോചിപ്പിക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ, ഒരുവൻ ഒരു യഥാർത്ഥ ഗുരുവല്ല, ഒരു യഥാർത്ഥ ബന്ധുക്കൾക്ക് നല്ല ബന്ധുവല്ല, നല്ലൊരു പിതാവല്ല, നല്ലൊരു മാതാവല്ല, ദൈവവുമല്ല, നല്ലൊരു പതിയുമല്ല. ജനിമൃതികൾ ഉണ്ടാകുന്ന കാരണം കർമ്മഫലം ഉണ്ടാകാൻ കാരണം കർമ്മങ്ങളോടുള്ള ആസക്തി എന്ന് വെച്ചാൽ അറ്റാച്ച്മെൻറ്റ്, ഞാൻ ചെയ്യുന്നു എന്ന ഭാവം. അപ്പോൾ ഇത് മനസ്സിലാക്കിയ വിവേകി അവൻ്റെ ബന്ധുക്കളും, അവൻ്റെ ഭാര്യയാണെങ്കിൽ ഭാര്യയെ, ഭർത്താവാണെങ്കിൽ ഭർത്താവിനെ, മക്കളെ, അമ്മയാണെങ്കിൽ മക്കളെ, പിതാവാണെങ്കിൽ സ്വന്തം മക്കളെ, ഗുരു, അവരെയൊക്കെ അതിൽ നിന്നും പിൻവലിപ്പിക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ അത് അവർ അച്ഛനെന്നോ അമ്മയെന്നോ ഭാര്യയെന്നോ ഭർത്താവെന്നോ ഗുരുവെന്നോ ദൈവമെന്നോ ആ സ്ഥാനത്തിരിക്കാൻ ഒരിക്കലും അർഹരല്ലാതായി ഭവിക്കുന്നു. അതായത് പൈസ ഉണ്ടാക്കി കുറേ നല്ല ഭക്ഷണവും നല്ല വസ്ത്രവും മേടിച്ചു കൊടുത്താൽ, നല്ല വിദ്യാഭ്യാസം കൊടുത്താൽ ഒരുവൻ ഒരു യഥാർത്ഥ അച്ഛനാവില്ല, ഒരുവൾ ഒരു യഥാർത്ഥ അമ്മയും ആവില്ല, ഒരു ഗുരുവും ഉണ്ടാവില്ല. കുറേ പൈസയും കുറേ ഉടുക്കാൻ തുണിയും ഭക്ഷണവും കൊടുത്താൽ ഒരാൾ യഥാർത്ഥ ഭർത്താവും ആവില്ല എന്നർത്ഥം. പറഞ്ഞു തിരുത്തേണ്ട സമയത്ത് തിരുത്തി കൊടുത്ത് ശരിയായ വഴിയിലൂടെ അവരെ നടത്തിയില്ലെങ്കിൽ അവർ ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യരല്ല എന്നർത്ഥം. ശ്ലോകം 19. ഇദം ശരീരം മമ ദുർവിഭാവ്യം സത്വം ഹി മേ ഹൃദയം യത്ര ധർമ്മഃ പൃഷ്ടേ കൃതഃ മേ യദ് അധർമ്മ ആരാത് അധഃ ഹി മാം ഋഷഭം പ്രാഹു ആര്യ. എന്നിട്ട് ഋഷഭദേവൻ പറയാണ്, ഇദം ശരീരം, എൻ്റെ ഈ ശരീരം, മമ, എൻ്റെ ഹൃദയം, എൻ്റെ ഹൃദയവും, ദുർവിഭാവ്യം, മറ്റാർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത അതീവ ഗുഹ്യമാണ്. ഭഗവാൻ എന്തിനാണ് ഋഷഭദേവനായി ജനിച്ചത്, എന്ത് കർമ്മങ്ങൾ അനുഷ്ഠിക്കാനാണ് ജീവിക്കുന്നത്, ഇവിടെ മനുഷ്യനായി ജീവിക്കുന്നത് എന്നതിൻ്റെ ശരിയായ തത്വം മറ്റൊരാൾക്കും മനസ്സിലാക്കാൻ കഴിയാത്തതാണ്. സത്വം ഹി മേ ഹൃദയം യത്ര ധർമ്മഃ, എൻ്റെ ഹൃദയം പൂർണ്ണ സത്വഗുണം നിറഞ്ഞതാണ്. ഇവിടെ ധർമ്മം മാത്രമേ, എൻ്റെ ഹൃദയത്തിൽ ധർമ്മം മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. പൃഷ്ടേ എന്ന് വെച്ചാൽ അകന്നു പോകുന്നു. കൃതഃ മേ എന്നുവെച്ചാൽ എൻ്റെ, യത് അധർമ്മ ആരാത്ത്, എൻ്റെ ഹൃദയത്തിൽ നിന്നും അതുകൊണ്ട് തന്നെ, യത് എന്ന് വെച്ചാൽ അതുകൊണ്ട് തന്നെ അധർമ്മം എൻ്റെ ഹൃദയത്തിൽ നിന്നും ആരാത് ഒരുപാട് അകലേക്ക്, പൃഷ്ടേകൃത അകന്നു പോവുകയും ചെയ്യുന്നു. അതഹ ആയതിനാൽ, മാം എന്നെ, ഋഷഭം പ്രാഹു ആര്യ ശ്രേഷ്ഠരായവർ എന്നെ ഋഷഭൻ എന്ന വാക്കിൻ്റെ അർത്ഥം ശ്രേഷ്ഠം എന്ന്. അപ്പോൾ ഋഷഭൻ എന്ന് വിളിക്കുന്നത് അതുകൊണ്ടാണ്. ഋഷഭദേവൻ പറയാണ്, ഞാൻ ഋഷഭനായി ജനിച്ച് എൻ്റെ ഒരു മനുഷ്യ ശരീരം സ്വീകരിച്ച് വന്നതിൻ്റെ തത്വം എന്താണെന്ന് മറ്റാർക്കും കണ്ടെത്താൻ കഴിയാത്തൊരു സത്യമാണ്. എൻ്റെ ഹൃദയം പൂർണ്ണ സത്വഗുണമായിട്ട് നിറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ ധർമ്മം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എൻ്റെ ഉള്ളിൽ നിന്നും അധർമ്മം ഒരുപാട് അകലേക്ക് പുറന്തള്ളപ്പെട്ടതാണ്. ആയതിനാൽ ശ്രേഷ്ഠരായവർ എന്നെ, മഹാത്മാക്കൾ എന്നെ ഋഷഭൻ എന്ന് വിളിക്കുന്നു. ശ്ലോകം 20. തസ്മാത് ഭവന്തഃ ഹൃദയേന ജാതാ സർവേ മഹീയാംസം അമുംസനാഭം ആക്ലിഷ്ടബുദ്ധ്യാ ഭരതം ഭജധ്വം ശുശ്രൂഷണം തദ്ഭരണം പ്രജാന. തസ്മാത് അതുകൊണ്ട്, അവിടെ നിൽക്കുന്ന പ്രജകളോടൊക്കെ ആയിട്ട് പറയാണ്, ഭവന്തഃ നിങ്ങളെല്ലാവരും, ഹൃദയേന എൻ്റെ ഹൃദയത്തിൽ, ജാതഃ ജനിച്ചവരാണ്. ഇപ്പോൾ ഋഷഭദേവൻ ഇവിടെ ശരിക്കും ഒരു കൃഷ്ണൻ അർജുനനോട് പറഞ്ഞില്ലേ, നീ നിന്റെ കർമ്മങ്ങൾ എനിക്ക് സമർപ്പിക്കൂ. അപ്പോൾ കൃഷ്ണൻ, അതുവരെ കണ്ട കൃഷ്ണനെയല്ല അർജുനൻ അപ്പോൾ കാണുന്നത്, കൃഷ്ണൻ ഭഗവാനായിട്ട് നിന്നുകൊണ്ടാണ് പറയുന്നത്. അതുപോലെ ഇവിടെ ഋഷഭദേവൻ ഭഗവാനായിട്ട്, അവരുടെ ആ മക്കളുടെ പിതാവായിട്ട് നിന്നിട്ടല്ല, ഭഗവാനായിട്ട് നിന്നിട്ടാണ് പറയുന്നത്, നിങ്ങളെല്ലാവരും എൻ്റെ ഹൃദയത്തിൽ നിന്നും ജനിച്ചവരാണ്. സർവേ മഹീയാംസം, നിങ്ങളെല്ലാവരും, സർവേ മഹീയാംസം നിങ്ങളിൽ ശ്രേഷ്ഠനും
അമും ശ്രേഷ്ഠനായിട്ടുള്ള സ നാഭം നിങ്ങളുടെ ജ്യേഷ്ഠനായിട്ടുള്ള ഭരതം, ഏറ്റവും മൂത്തപുത്രൻ ഭരതനാണല്ലോ, ആ ഭരതനെ ആക്ലിഷ്ട ബുദ്ധിയ ഒരു മത്സര ബുദ്ധി ഇല്ലാതെ ഭജത്വം നിങ്ങൾ അനുസരിക്കൂ. എന്നിട്ട് ശുശ്രൂഷണം എന്നെ ശുശ്രൂഷിച്ച പോലെ നിങ്ങളുടെ ജ്യേഷ്ഠ സഹോദരനെ ശുശ്രൂഷിക്കുക. തദ്ഭരണം പ്രജാനാം അവൻ പറയുന്നതനുസരിച്ച് പ്രജകളെ നിങ്ങൾ ഭരിക്കുകയും ചെയ്യണം. അപ്പോൾ പറയാണ് നിങ്ങളെല്ലാവരും മക്കളോടായിട്ട് പറയാണ് നിങ്ങളെല്ലാവരും എൻ്റെ ഹൃദയത്തിൽ നിന്നും ജനിച്ചവരാണ്. നിങ്ങളുടെ ജ്യേഷ്ഠനായിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠനായ ഭരതനെ നിങ്ങൾ അനുസരിക്കണം മത്സരബുദ്ധിയില്ലാതെ. എന്നിട്ട് എന്നെ ശുശ്രൂഷിക്കുന്നത് സേവിക്കുന്നത് പോലെ ജ്യേഷ്ഠനെ സേവിക്കുക. അവൻ പറഞ്ഞു തരുന്ന രീതിയിൽ നിങ്ങൾ പ്രജകളെ നല്ല രീതിയിൽ ഭരിക്കുകയും വേണമെന്ന് അവർക്ക് ഉപദേശിച്ചു. ശ്ലോകം 21ഉം 22ഉം ഒരുമിച്ച്. ഭൂതേഷു വീരുദ്ഭ്യ ഉദുത്തമഃ യേ സരീസൃഭാഃ തേഷു സബോധനിഷ്ഠഃ തതഃ മനുഷ്യാഃ പ്രമദഃ തതഃ അഭി ഗന്ധർവസിദ്ധഃ വിബുധ അനുഗാഃ യേ ദേവാസുരേഭ്യോ മഘവത്പ്രധാന ദക്ഷാദയഃ ബ്രഹ്മസുതാഃ തു തേഷാം ഭവഃ പരഃ സഹ അധ വിരിഞ്ച വീര്യഃ സ മത്പരഃ അഹം ദ്വിജദേവദേവഃ. ഭൂതേഷു എന്നിട്ട് അപ്പോൾ ഇവിടെ ഈ സജ്ജനങ്ങളെ സേവിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഋഷഭദേവൻ ആദ്യമേ പറഞ്ഞു കൊടുത്തിരുന്നു. സജ്ജനങ്ങൾ എന്ന് വെച്ചാൽ ആ ബ്രാഹ്മണരെ എന്ന് വെച്ചാൽ ഒരു കുലമായിട്ടോ ഒരു ജാതിയായിട്ടോ അല്ല ഇവിടെ പറയുന്നത്. ബ്രാഹ്മണർ എന്ന് വെച്ചാൽ ഇത് എഴുതപ്പെട്ട കാലഘട്ടം ഓർക്ക, ബ്രഹ്മത്തെ അറിഞ്ഞ് അനുഭവിച്ചവരെയാണ് ബ്രാഹ്മണൻ എന്ന് വിളിക്കുന്നത്. ആ ബ്രാഹ്മണർ എന്തുകൊണ്ടാണ് സമൂഹത്തിൽ എല്ലാവരുടെ ഇടയിലും ഏറ്റവും ശ്രേഷ്ഠരായി മാറുന്നതിൻ്റെ കാരണം എന്തെന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. 2 ശ്ലോകങ്ങളിലായിട്ട് ഭൂതേഷു ഈ ഭൂമിയിലെ സർവചരാചരങ്ങളെയും എടുക്കുക. അതിൽ വിരുദ്ഭ്യഃ ഉദുത്തമഃ അതായത് വിരുദ്ഭ്യഃ എന്ന് വെച്ചാൽ ചെടികൾ വൃക്ഷലതാദികളാണ്. ഉദുത്തമഃ ഏറ്റവും ഉത്തമമായിട്ടുള്ളത് സർവചരാചരങ്ങളിൽ വെച്ച്. ഏറ്റവുമല്ല ഉള്ളതിൽ ഏറ്റവും മോശമായതിൽ വെച്ച് ശ്രേഷ്ഠമായത്. ഇനി ആ വൃക്ഷലതാദികളെക്കാൾ ശ്രേഷ്ഠം ഉത്തമമായത് സരീസൃഭാഃ എന്ന് വെച്ചാൽ ഇഴജീവികളാണ്, അതിനേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ളത്. ഇനി തേഷു അവരെക്കാൾ ശ്രേഷ്ഠം ഉത്തമമായത് സബോധനിഷ്ഠ അതായത് വർദ്ധിച്ചു വരുന്ന ബുദ്ധിയുള്ള മൃഗങ്ങളാണ് അവരെക്കാൾ ശ്രേഷ്ഠമായിട്ട്. അപ്പോൾ ഏറ്റവും ആദ്യം പറഞ്ഞത് ഉത്തമം എന്ന് പറഞ്ഞത് വൃക്ഷങ്ങൾ, അതിനുശേഷം ഇഴജീവികൾ, അതിനേക്കാൾ ഉത്തമം എന്ന് പറയുന്നത് ശേഷം എന്ന് വെച്ചാൽ താഴേക്കല്ല, വൃക്ഷങ്ങളെക്കാൾ ഉത്തമം ഇഴജീവികൾ, അതിനേക്കാൾ ഉത്തമമായിട്ടുള്ളത് ശ്രേഷ്ഠമായ ജന്മം എന്ന് പറയുന്നത് ഈ വർദ്ധിച്ചു വരുന്ന കുറേശ്ശെ ബുദ്ധിയുള്ള മൃഗങ്ങളെയാണ്. ഇനി തതഃ അതിലും അവരെക്കാൾ ശ്രേഷ്ഠം മനുഷ്യരാണ് അവരെക്കാൾ ശ്രേഷ്ഠരായിട്ടുള്ളത്. ഇനി തതഃ അഭി മനുഷ്യരെക്കാൾ ശ്രേഷ്ഠരായിട്ടുള്ളത് പ്രമദഃ എന്ന് വെച്ചാൽ ഭൂതഗണങ്ങൾ, ശിവഭൂതഗണങ്ങൾ. അവർക്ക് ശരീരമില്ല, മനുഷ്യർക്ക് ശരീരമുണ്ട്. അപ്പോൾ അതിലല്പം മാലിന്യം എന്തായാലും ഞാനെന്ന ഭാവം ശരീരത്തിലും മാലിന്യം ഉണ്ടാവും. ശിവഭൂതഗണങ്ങൾ ശരീരത്തോടു കൂടിയല്ല. അപ്പം അതുകൊണ്ട് മനുഷ്യരെക്കാൾ ശ്രേഷ്ഠം ശിവഭൂതഗണങ്ങളാണ്. ഇനി അവരെക്കാൾ ശ്രേഷ്ഠം ഗന്ധർവന്മാർ, അവരെക്കാൾ ശ്രേഷ്ഠം സിദ്ധന്മാർ, അവരെക്കാൾ ശ്രേഷ്ഠം വിബുധ അനുഗായേഹ അതായത് കിന്നരന്മാർ, പാട്ടുകാരായിട്ടുള്ള കിന്നരന്മാരാണ് അതിനേക്കാൾ ശ്രേഷ്ഠം. ഇനി അതിനേക്കാൾ ശ്രേഷ്ഠം ദേവന്മാരാണ്, അതിനേക്കാൾ ശ്രേഷ്ഠം അസുരേഭ്യ, അസുരന്മാരിൽ ചിലർ അതിനേക്കാൾ ശ്രേഷ്ഠരാണ്. അതിനേക്കാൾ ശ്രേഷ്ഠം ദേവന്മാർ അതിലും ശ്രേഷ്ഠരാണ്. മഘവത് പ്രധാനഃ ഇനി ദേവന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ളത് മഘവത് എന്ന് വെച്ചാൽ ദേവേന്ദ്രനാണ് അതിനേക്കാൾ ശ്രേഷ്ഠൻ. ഇനി അതിനേക്കാൾ ശ്രേഷ്ഠൻ ദക്ഷ ആദയഃ ബ്രഹ്മസുതഃ പുത്രന്മാരായ ദക്ഷൻ മുതലായ പ്രജാപതികളാണ് ഇന്ദ്രനേക്കാൾ ശ്രേഷ്ഠരായിട്ടുള്ളത്. തു തേഷാം ഇനി അവരെക്കാൾ ശ്രേഷ്ഠൻ ഭവഃ പരഃ മഹാദേവനാണ് അവരെക്കാൾ ശ്രേഷ്ഠൻ. ഇനി സഹ അധഃ ആ മഹാദേവൻ അത് വിരിഞ്ച വീരഃ ആ മഹാദേവൻ ജനിച്ചത് എവിടെ നിന്നാ? ബ്രഹ്മാവിൻ്റെ കോപം കൊണ്ട് നിൽക്കുന്ന പുരികക്കൊടികളിൽ നിന്നാണ് ശ്രീരുദ്രൻ ഉണ്ടായത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ മഹാദേവനേക്കാൾ ശ്രേഷ്ഠനായിട്ടുള്ളത് ബ്രഹ്മാവാണ്. ഇനി സഹ മത്പരഃ അഹം ഇനി ബ്രഹ്മദേവനേക്കാൾ ശ്രേഷ്ഠനായിട്ടുള്ളത് മത്പരഃ ഈ ഞാൻ തന്നെയാണെന്ന് ഋഷഭദേവൻ പറയാണ്. അതായത് മഹാവിഷ്ണു ആണ് അതിനേക്കാൾ ശ്രേഷ്ഠനായിട്ടുള്ളത്. അഹം ഈ ഞാൻ തന്നെയാണ് അതിനേക്കാൾ ബ്രഹ്മാവിനേക്കാൾ ശ്രേഷ്ഠൻ. ഇനി അങ്ങനെയുള്ള ഞാൻ ദ്വിജദേവദേവഃ അങ്ങനെയുള്ള ഞാൻ ആരാധിക്കുന്നത് ബ്രാഹ്മണരെയാണ്.
അതുകൊണ്ടാണ് ഈ ഭൂമിയിൽ ഏറ്റവും ശ്രേഷ്ഠർ ബ്രാഹ്മണർ എന്ന് പറയുന്നത്. ജാതിയല്ല, കുലമല്ല, ബ്രഹ്മത്തെ അറിഞ്ഞനുഭവിച്ച ബ്രഹ്മജ്ഞാനികളെയാണ് ബ്രാഹ്മണർ എന്നിവിടെ വിളിക്കുന്നത്. ഈ ഭൂമിയിൽ ഏറ്റവും ശ്രേഷ്ഠരായത് അവരാണ്. അവരെ പാദ നമസ്കാരം ചെയ്യുക, അല്ലെങ്കിൽ അവരെ സേവിക്കാൻ കിട്ടിയ അവസരങ്ങൾ ഉപയോഗിക്കുക, അവരെ സേവിക്കുക. കാരണം അവരെ സേവിക്കുന്നതിലൂടെ നിങ്ങൾ എന്നെയാണ് സേവിക്കുന്നത് എന്ന് ഞാൻ അനുഭവിക്കുന്നു. ഭഗവാൻ പറയാണ്. എന്തുകൊണ്ടാണ് അവർ ഇത്ര ശ്രേഷ്ഠരായി മാറിയതെന്ന് വെച്ചാൽ ഭൂമിയിലെ സർവ്വചരാചരങ്ങളിലെ ഉത്തമം എന്ന് പറയാൻ കഴിയുന്നത് വൃക്ഷലതാദികൾ തൊട്ടാണ്. പിന്നെ അവിടെ നിന്ന് അതിനു മുകളിൽ എന്ന് പറഞ്ഞാൽ മൃഗങ്ങൾ, അതിനും ശ്രേഷ്ഠം ഇഴജീവികൾ, അതിലും ശ്രേഷ്ഠം മൃഗങ്ങൾ, അതിലും ശ്രേഷ്ഠം എന്ന് പറഞ്ഞാൽ മനുഷ്യർ, അതിലും ശ്രേഷ്ഠം ശിവഭൂതഗണങ്ങൾ, അതിനേക്കാൾ ശ്രേഷ്ഠം അസുരന്മാർ, അതിനേക്കാൾ ശ്രേഷ്ഠം ദേവന്മാരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠൻ ഇന്ദ്രൻ, അതിനേക്കാൾ ശ്രേഷ്ഠൻ ബ്രഹ്മാവിൻ്റെ പുത്രന്മാരായ പ്രജാപതിമാർ, അതിനേക്കാൾ ശ്രേഷ്ഠൻ മഹാദേവൻ തന്നെ ജനിച്ചത് ബ്രഹ്മാവിൻ്റെ പുരികക്കൊടികളിൽ നിന്നായതുകൊണ്ട് അതിനേക്കാൾ ശ്രേഷ്ഠൻ ബ്രഹ്മദേവനേക്കാൾ ശ്രേഷ്ഠൻ സാക്ഷാൽ മഹാവിഷ്ണുവുമാണ് എന്ന് പറഞ്ഞിട്ട് ആ മഹാവിഷ്ണു ആരാധിക്കുന്നത് ഈ ബ്രാഹ്മണരാണ്. അതുകൊണ്ടാണല്ലോ സനകാദി മഹർഷിമാർ കയറി വന്നപ്പോൾ ജയവിജയന്മാർ അധിക്ഷേപിച്ചപ്പോൾ തൻ്റെ പാർഷദന്മാരെ രക്ഷിക്കാൻ പാഞ്ഞു വന്നെങ്കിലും സനകാദികൾ കൊടുത്ത ശാപം നടപ്പാക്കുക തന്നെ ഭഗവാൻ ചെയ്തു. അതൊരിക്കലും പാഴ്വാക്കായി പോകരുതെന്ന് ഭഗവാന് നിർബന്ധമാണ്. അത്രയും ബ്രഹ്മത്തെ അറിഞ്ഞനുഭവിച്ച ബ്രഹ്മജ്ഞാനികളെ, ബ്രാഹ്മണരെ ആരാധിക്കുന്ന ആളാണ് ഭഗവാൻ എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഭൂമിയിൽ ഏറ്റവും ശ്രേഷ്ഠര് ബ്രാഹ്മണരാണെന്ന് പറയുന്നത്. ഇനി ശ്ലോകം 23. ന ബ്രാഹ്മണൈഹി തുലയേ ഭൂതം അന്യത് ന ബ്രാഹ്മണൈഃ തുലയേ ഭൂതമന്യത് പശ്യാമി വിപ്രാകിം അധഃ പരം തു യസ്മിൻ നൃഭിഃ പ്രഹുതം ശ്രദ്ധയാ അഹം അശ്നാമി കാമം ന തഥാ അഗ്നിഹോത്രേ. ഇവിടെ ഭഗവാൻ പറയുന്നുണ്ടോ, എന്ന് വെച്ചാൽ അല്ല, ബ്രാഹ്മണരോട് തുലയെ താരതമ്യം ചെയ്യാൻ, ഭൂതമന്യത് മറ്റൊന്നും തന്നെ ഈ ലോകത്ത് ഞാൻ കാണുന്നില്ല. പശ്യാമി എന്ന് വെച്ചാൽ ഞാൻ കാണുന്നില്ല എന്ന്. ബ്രാഹ്മണരോട് തുലനം ചെയ്യാനായിട്ട് ഈ ലോകത്ത് മറ്റൊന്നിനെയും ഞാൻ കാണുന്നില്ല. വിപ്ര, അവിടെയുള്ളവരെ വിളിക്കുകയാണ്, അല്ലയോ ബ്രാഹ്മണരെ, കിം അധഃ പരം തു, നിങ്ങളെക്കാൾ മുകളിൽ വേറെ ആരാണുള്ളത് എന്ന്. ആരുമില്ല. ഭഗവാൻ പോലും ആരാധിക്കുന്നത് നിങ്ങളെയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് മുകളിൽ ആരുണ്ട്? ആരുമില്ല. നിങ്ങൾക്ക് തുലനം ചെയ്യാൻ മറ്റാരെയും ഞാൻ കാണുന്നുമില്ല. യസ്മിൻ നൃഭി, ഏതൊരു ബ്രാഹ്മണരിൽ, പ്രഹൂതം അതായത് അർപ്പിക്കുന്നത്, ശ്രദ്ധയാ അഹം അതായത് ആരാണോ ബ്രാഹ്മണരെ ശ്രദ്ധയോടെ സേവിച്ച് അവർക്ക് ഊട്ടുന്നത്, അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുന്നത്, അഹം അത് ഞാൻ, അശ്നാമി കാമം വളരെ സന്തോഷത്തോടുകൂടി ഞാൻ സ്വീകരിക്കുന്നു. അല്ല തഥാ അതുപോലെ അഗ്നിഹോത്രത്തിൽ അർപ്പിക്കുന്ന പൂജാദ്രവ്യങ്ങൾ പോലും ഞാൻ ഇത്ര സന്തോഷത്തോടു കൂടി സ്വീകരിക്കില്ല. എന്നെ മനസ്സിൽ ധ്യാനിച്ച് എനിക്ക് വേണ്ടി അർപ്പിക്കുന്ന പൂജാദ്രവ്യങ്ങളെ പോലും ഞാൻ ഇത്ര സന്തോഷത്തോടെ സ്വീകരിക്കില്ല. ആരാണോ ഈ ബ്രഹ്മജ്ഞാനികളെ സേവിച്ച് അവർക്ക് അർപ്പണ മനോഭാവത്തോടെ, നിഷ്കളങ്ക ഭാവത്തോടെ അവർക്ക് സമർപ്പിക്കുന്നത്, അതിനെ ഞാനാണ് സന്തോഷത്തോടെ, അവരനുഭവിക്കുന്നതിലൂടെ ഞാൻ അതിനെ ഏറ്റവും സന്തോഷത്തോടു കൂടി അനുഭവിക്കുന്നു. അവരെ ഊട്ടുമ്പോൾ അവരനുഭവിക്കുന്നതിനേക്കാൾ സന്തോഷം ഞാൻ അനുഭവിക്കുന്നു, ഞാൻ സംതൃപ്തിപ്പെടുന്നു. എന്നെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നിങ്ങളൊരു അഗ്നിഹോത്രം, ഒരു യാഗം നടത്തി അതിൽ അർപ്പിക്കുന്നത് പോലും ഇത്ര സന്തോഷത്തോടെ ഞാൻ സ്വീകരിച്ചില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. അത്രയ്ക്കും പ്രാധാന്യമുള്ള ബ്രഹ്മജ്ഞാനികളെ സേവിക്കണം എന്നാണ് പറയുന്നത്. ഇനി ശ്ലോകം 24. അപ്പോൾ ആരാണ് യഥാർത്ഥ ബ്രാഹ്മണർ? അതാണ് പറയുന്നത്. ധൃത തനു ഉഷതി മേ പുരാണി യേന ഇഹ സത്വം പരമം പവിത്രം ശമഃ ദമഃ സത്യം അനുഗ്രഹഃ ച തപഃ തിദീക്ഷ അനുഭവശ്ച യത്ര. ധൃത എന്ന് വെച്ചാൽ ധരിക്കുക, തനു ഉഷതി, തനു എന്ന് വെച്ചാൽ ശരീരം, ഉഷതി എന്ന് വെച്ചാൽ ഏറ്റവും ശ്രേഷ്ഠമായത്, മേ എൻ്റെ പുരാണി, എൻ്റെ സനാതനവും, പുരാണി എന്ന് വെച്ചാൽ വളരെ പഴക്കമുള്ള ശാശ്വതവും ശ്രേഷ്ഠവുമായ വേദമാകുന്ന ആ ശരീരത്തെ ധരിച്ചത്, യേന ഇഹ ഈ ലോകത്തിൽ, സത്വം പരമം പവിത്രം പവിത്രമായ സത്വഗുണമുള്ള ആ ശരീരം, ശമഃ മനസ്സിൻ്റെ പവിത്രമായ സത്വഗുണത്തോടു കൂടിയ ശരീരമുള്ളതും, വേദമാകുന്ന ശരീരത്തെ സ്വീകരിച്ച്, കാരണം ആ ബ്രഹ്മജ്ഞാനികളാണല്ലോ ജ്ഞാനത്തെ, വേദത്തെ പറഞ്ഞു കൊടുക്കുന്നത്. ഇപ്പോൾ ഈ
വേദങ്ങളൊക്കെ നമുക്ക് ആ ബ്രഹ്മജ്ഞാനികൾ ആ ബ്രാഹ്മണർ എഴുതി വെച്ച് തന്നതാണല്ലോ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ വേദമാകുന്ന ശരീരത്തോടു കൂടിയ ആ ബ്രാഹ്മണരുടെ ആ അവരുടെ ശരീരം സത്വഗുണത്താൽ പവിത്രമാണ്. അത് ശമഹ, ശമഹ എന്ന് വെച്ചാൽ മനസ്സിൻ്റെ നിയന്ത്രണം, ദമഹ ഇന്ദ്രിയങ്ങളുടെ നിയന്ത്രണം, സത്യം സത്യസന്ധത, അനുഗ്രഹം അതീവ കാരുണ്യം, തപഹ കർമ്മത്തെ തപസ്സായി അനുഷ്ഠിക്കുക, തിദീക്ഷ സുഖദുഃഖങ്ങളിൽ ഒരേ സമചിത്തതയോടെ തരണം ചെയ്യുക, അനുഭവ ച യത്ര യത്ര ആരാണോ ആ ബ്രാഹ്മണർ അവർ അനുഭവ ച ആ പരബ്രഹ്മത്തെ അനുഭവിച്ചറിഞ്ഞവരുമായിരിക്കും. അങ്ങനെയുള്ളവരാണ് യഥാർത്ഥ ബ്രാഹ്മണർ. അപ്പോൾ ഭഗവാന്റെ ആ ശാശ്വതമായ ശ്രേഷ്ഠമായ ആ വേദത്തെ തന്നെ ശരീരമായി സ്വീകരിച്ച് സത്വഗുണത്തിൻ്റെ അത്രയും പവിത്രമായ ശരീരത്തോടു കൂടി ആ ബ്രാഹ്മണർ മനസ്സിനെയും ശരീരത്തിനെയും നിയന്ത്രിച്ച് സത്യസന്ധതയും കാരുണ്യ മനോഭാവവും തപസ്സുമുള്ളവരായിരിക്കും, തിദീക്ഷയുള്ള മനോഭാവമുള്ളവരായിരിക്കും, ബ്രഹ്മത്തെ അറിഞ്ഞവരുമാണ് ആ ബ്രാഹ്മണർ. അങ്ങനെയുള്ള ബ്രാഹ്മണരെ സേവിക്കുന്നതിലൂടെ നിങ്ങൾ എന്നെയാണ് സേവിക്കുന്നത്, എനിക്കർപ്പിക്കുന്നതിനേക്കാൾ ഞാൻ അവർക്കർപ്പിക്കുന്നതിലാണ് ഏറ്റവും പൂർണ്ണ സംതൃപ്തിയോടെ അനുഭവിക്കുന്നത്. അപ്പോൾ അവരെ സേവിക്കണമെന്ന് ഋഷഭദേവൻ മക്കൾക്കും ലോകത്തിനും പറഞ്ഞു കൊടുക്കുകയാണ്. കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ബാക്കി നാളെ.